Hi children, welcome back to Social Studies class. We are studying lesson 2, Discrimination and Equality. Lesson 2 ന്റെ പേരെന്താ? Diversity and Discrimination. And in the previous class we were studying how Dr. B.R. Ambedkar, the father of our Indian Constitution, he is considered as the father of Indian Constitution, who had faced a bitter experience on the basis of this equality or the caste system followed so many years back in India. Children, this kind of inequality is not faced by a group of people, a large group of people like Dalit, women, the peasants, tribal people. These group of people faced this kind of inequality on the basis of caste or religion or the work they have done. അപ്പോൾ ജോലിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒക്കെയുള്ള ഇങ്ങനെയുള്ള വേർതിരിവ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അസമത്വം ഇനീക്വാലിറ്റി ഇതൊക്കെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ അങ്ങ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അതായത് 47-ന് മുമ്പ് 1947-ലാണ് വി ഗോട്ട് ഫ്രീഡം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ബിഫോർ ദീസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വെർ ഫേസിങ് സച്ച് കൈൻഡ് ഓഫ് inequality or they discriminated against this on the basis of religion, caste, work they have done. ചെയ്തിരുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ജാതിയുടെയോ അല്ലെങ്കിൽ ഉൾപ്പെട്ടിരുന്ന മതസമുദായങ്ങളുടെയോ പേരിലൊക്കെ അവർ ഒരുപാട് പേര് വേർതിരിവ് കാണിച്ചതിൻ്റെ പേരിൽ അവർ ഒരുപാട് അനുഭവിച്ചിരുന്നു. So after 1947 when we discussed or when the leaders in our national leaders they were discussing or before forming as a new nation പുതിയൊരു ഭരണഘടന നിലവിൽ വന്നു. അതുപോലെ തന്നെ പണ്ട് നിങ്ങൾക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ചെറിയ ചെറിയ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. ആൻഡ് ദ ബ്രിട്ടീഷ് പീപ്പിൾ ദേ ഹാവ് ടേക്കൺ അവർ ഫുൾ ഫ്രീഡം. അത് കഴിഞ്ഞ് ഫ്രീഡം സ്ട്രഗിളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്രീഡം സ്ട്രഗിളിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള അധസ്ഥിത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ദിസ് കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ദളിത്, വുമൺ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾ, പെസൻസ്, അങ്ങനെയുള്ള താഴ്ന്ന ഇതിൽ എങ്ങനെയാണെന്ന് സമൂഹം അവരെ കണ്ടിരുന്നത്, അവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടത് പലതും നിഷേധിക്കപ്പെട്ടിരുന്നു. സോ within the freedom struggle from the British people, a group of people were struggled for their freedom. അപ്പോൾ ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി, അംബേദ്കർ, അങ്ങനെയുള്ള പല നാഷണൽ ലീഡേഴ്സും ഇവരുടെയൊക്കെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചിരുന്നു. ആൻഡ് വെൻ വി ആൻഡ് അറ്റ് ദ ടൈം ഓഫ് the constitution was writing, അതായത് ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് the leaders those were preparing this they have an insight how Indian people should be free from this kind of caste system or this kind of discrimination or this kind of inequality. അപ്പോൾ ഭരണഘടന എഴുതി ഉണ്ടാക്കിയ സമയത്ത് അതിൽ പ്രമുഖരായിരുന്ന വ്യക്തികൾ, അംബേദ്കറിനെ പോലെയുള്ള പ്രമുഖരായിരുന്ന വ്യക്തികൾ, നാഷണൽ ലീഡേഴ്സ്, ദേശീയ നേതാക്കൾ, അവരൊക്കെ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ഒരു അസമത്വം ഉണ്ടാകാത്ത രീതിയിൽ വേണം നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഭരണഘടന രൂപപ്പെടേണ്ടത് എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കണമെന്ന് അവർക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. സോ our constitution is written against these kind of inequalities, and in the constitution it is said that all people should be treated equally and they should not be treated on the basis of, and they should not get any inequalities or they should not discriminated against sex, religion or caste or the work they have done. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും ആളുകളെ വേർതിരിച്ചു കാണാൻ പാടില്ല അല്ലെങ്കിൽ അസമത്വം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അങ്ങനെയാണ് എഴുതിയുണ്ടാക്കിയത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഗിവിംഗ് us the equality and it ensures we have the freedom to believe in our own religion we like. നമുക്കിഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം, നമ്മൾക്കിഷ്ടമുള്ള ഭാഷ സംസാരിക്കാം, and we can do the work we like. And government jobs and opportunities, the government jobs or the സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്സ് അങ്ങനെയുള്ള ഇപ്പം ഏത് ജോലി വേണമെങ്കിലും ആളുകൾക്ക് തിരഞ്ഞെടുക്കാം.
Now we live in a society and we do not feel any kind of discrimination or any kind of inequality where lots of people faced before 1947. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആളുകൾ അനുഭവിച്ചിരുന്ന ആ ഒരു വേർതിരിവോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇന്നില്ല അല്ലേ. And you know, men and women are equal in the society. ഇപ്പൊ സ്ത്രീയും പുരുഷനും ഒരേപോലുള്ള അവകാശങ്ങൾ അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ so many years back the condition was not like, and lot of people were worked for the upliftment of women. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയൊക്കെ ധാരാളം ആളുകൾ പ്രയത്നിച്ചതിന്റെ ഫലമായി. അതുപോലെ തന്നെ women were fighting for their to get better education and also to get equal opportunity with women. അപ്പൊ പുരുഷന്മാരോടൊപ്പം നിൽക്കുന്നതിനും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ കിട്ടുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആ അടിച്ചമർത്തലിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി വുമൺ പലതരത്തിൽ സമരം ചെയ്തിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രൈവിംഗ് ഫോർ ഈക്വാലിറ്റി എന്നുള്ളതിന്റെ നെക്സ്റ്റ് പേജ്, ദാറ്റ് ഈസ് പേജ് നമ്പർ 22. അവിടെ നിങ്ങൾക്ക് കാണാം സ്ത്രീകള് സമരം ചെയ്യുന്നതിൻ്റെയൊക്കെ പിക്ചർ. വുമൺ അറ്റ് എ റാലി ഡിമാൻഡിങ് ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ പഴയ കാലങ്ങളിലെ സ്ത്രീകള് പുറകിലേക്ക് മാറ്റി നിർത്തിയിരുന്നു, ആണുങ്ങളോടൊപ്പം നിൽക്കാൻ അവരെ അനുവദിച്ചിരുന്നില്ല. The women were not allowed to stand with women in any levels of job or levels in the society. And we can see that when the constitution was written, it has given the importance to the people equally. No discrimination against sex, caste, religion or language, anything. അപ്പോൾ ഒന്നിന്റെ പേരിലും ആളുകളെ വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പ് തരുന്നുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വയലേറ്റഡ്, അത് നിഷേധിക്കപ്പെട്ടാൽ വി ക്യാൻ ഗോ ടു ദ കോർട്ട് ആൻഡ് വി ക്യാൻ ഫയൽ എ കേസ്. ഇപ്പൊ നമ്മൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അപ്പൊ അത് കുറ്റമാണ്. അപ്പൊ നമുക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിന് വാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ നീതി ലഭിക്കും. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത്. So many years back, after 1947, at the time when the constitution was writing, the leaders has given importance to write the constitution in such a way that all the people should be treated equally, and they believed that the untouchability അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാസ്റ്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള untouchability ഒക്കെ should be a crime and it should be treated as a crime by the law. അപ്പൊ ഇന്ന് അൺടച്ചബിലിറ്റി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്, അതൊരു ക്രൈമാണ്, കുറ്റമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല ലീഡേഴ്സിന്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ്. അതുപോലെ തന്നെ പല ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് they had fought and they had struggled a lot. അപ്പൊ അങ്ങനെയുള്ള പല ആളുകളുടെ നല്ല നല്ല വ്യക്തികളുടെയൊക്കെ പ്രവർത്തനം, അവരുടെ പ്രയത്ന ഫലമായിട്ടാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഇന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ അവകാശങ്ങളും അവസരങ്ങളും ഒക്കെ എഴുതി ചേർക്കപ്പെട്ടതും ഒക്കെ പല നല്ല മനുഷ്യരുടെയും നല്ല മനസ്സുകൊണ്ടാണ്. So now we live in a free world and we have the right to follow our own religion we like, we can do the work we like, we can get education as much as we need or we like. നമുക്ക് ആവശ്യമുള്ളത്രയും വിദ്യാഭ്യാസം നമുക്ക് നേടാം, എവിടെയാണെങ്കിലും പോയി പഠിക്കാം, നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. ദാറ്റ് ഈസ് ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി and we have the freedom. And see children, in the page number 23, the preamble of our constitution is given. Preamble, P-R-E-A-M-B-L-E, preamble, P-R-E-A-M-B-L-E, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ആമുഖം. preamble എന്ന് പറഞ്ഞാൽ ആമുഖം, ഭരണഘടനയിലെ ആമുഖമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. the preamble കേട്ടോ, we the people of India എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. justice അല്ലേ, all the people should get justice അല്ലേ, നീതി ലഭിക്കണം. അതുപോലെ തന്നെ ഒരു തരത്തിലും ജനങ്ങള് ഒരു തരത്തിലും അവരെ വേർതിരിവോ അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലാത്ത രീതിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഭരണഘടന നമുക്ക് അവകാശങ്ങൾ തരുന്നു. we have the rights, we have the responsibilities and we have the rights to follow and we can live freely in our country. ഇത് കണ്ടോ, ഇവിടെ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി ഉണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ല, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ preamble എന്ന് പറഞ്ഞാൽ ആമുഖം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The first page of the constitution that clearly states that all Indians are entitled to the equality of status and opportunity. അപ്പൊ അവസരങ്ങളും അതേപോലെ തന്നെ
ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരേപോലെ ആയിരിക്കണം ഓരോരുത്തർക്കും ലഭിക്കേണ്ടത് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. We have rights and we have our own responsibilities as a citizen of India. These are written in our constitution. And children, you know, now we live in a peaceful world. India is a secular country where people can believe in their own religion. And it is a socialist country. All the people are treated equally. And it is a democratic country. Janadipati Rajyavanu. We are selecting our own leaders. So India is a socialist, democratic, secular and democratic republic. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഭരണഘടന ഇതെല്ലാം നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതി ഉണ്ടാക്കിയതൊക്കെ and the first person or the important person was Dr. B.R. Ambedkar. And he is considered as the father of our Indian Constitution. അപ്പോൾ അദ്ദേഹമായിരുന്നു ഭരണഘടന എഴുതി ഉണ്ടാക്കിയ വ്യക്തികളിൽ പ്രമുഖനായിട്ടുള്ള ആൾ. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. സം ഓഫ് ദ മെമ്പേഴ്സ് ഹു റോട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ചിൽഡ്രൻ, what do we studied in this lesson? We were studying how the people were treated very badly so many years back. And what is prejudice? What is stereotype? നമ്മൾ നമ്മുടേതായ സ്വന്തം മനോഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ ആളുകളെ കാണുക. Whether they belong to good personality or whether they belong to bad or whatever they are, sometimes we look other people in our own mentality or our own vision. അപ്പം അതിനൊക്കെ നമ്മൾ സ്റ്റീരിയോടൈപ്പ്, prejudice അതെന്താണൊക്കെ കണ്ടു. അതുപോലെ തന്നെ how people were treated and they were faced the inequality or discriminated against in this chapter, including how one bitter experience faced by Dr. B.R. Ambedkar and people how they fought against these kind of inequalities, and how do we and how is our constitution and how is it written and what all how is it important and what is our constitution. This all we have seen in this chapter. Children, you should read page number 21, 22 and 23. Okay, it is time to wind up. We can meet in the next class. Thank you.